അങ്ങനെ യാത്ര തുടങ്ങി. കൊച്ചിയിൽ നിന്ന് നേരെ ലഡാക്കിലേക്കുള്ള ഫ്ലൈറ്റായിരുന്നു, ഡയറക്റ്റ് ഫ്ലൈറ്റായിരുന്നു. അവിടുന്ന് വന്നിറങ്ങി. എയർപോർട്ടിൽ അധികം വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള എയർപോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൈസായിട്ട് വേഗം അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്ത്, വേറെ ഒന്നും ചെക്കിങ് അങ്ങനെ വേറെ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞ് എയർപോർട്ടായിരുന്നു. വന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് വേഗം അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ തന്നെ ടാക്സി എടുത്തു. കാരണം അവിടെ പ്രൈവറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ അധികം കണ്ടില്ല. പിന്നെ ഒരു ഫസ്റ്റ് ടൈം വൈഫായിട്ടൊക്കെ പോകണതല്ലേ, കുറച്ചും കൂടി സേഫ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാനും അവളും കൂടി അവിടെ നിന്നൊരു ടാക്സി എടുത്തു. അവർക്ക് പറയണതാണ് പൈസ. അവിടെ നിന്ന് ടാക്സി എടുത്ത് ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോയിട്ട് ടൗണിൽ ചെന്നിട്ട് അവിടെ ഒരു റൂമൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നേരെ ടൗൺ ഭാഗത്തേക്ക് പോയി. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് മെയിൻ ടൗൺ ഭാഗത്തേക്ക്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ടൗൺ ഭാഗത്തേക്ക് യാത്ര ചെയ്ത്. അപ്പോൾ ഏർലി മോർണിംഗാണ് നമ്മളവിടെ എത്തിയാക്കണത്. അതുകൊണ്ട് തന്നെ എത്തിയപ്പോക്കും കടകളൊക്കെ ഒന്നും തുറന്നിട്ടില്ല. കടകളൊക്കെ അത്യാവശ്യം നോർമലി ചെറിയ ചെറിയ പലചരക്ക് കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. അല്ലാതെ ഉള്ള കടകളും ഷോപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്ന് ഒരു 2-3 സ്ഥലങ്ങൾ നോക്കിയായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി റൂം എടുത്തു. നല്ലൊരു റൂമായിരുന്നു. നല്ലൊരു ചെറിയ കോട്ടേജ് റിസോർട്ട് മൂടുള്ളൊരു ചെറിയൊരു ഹോട്ടല്. അവിടെ ബാഗ് സാധനങ്ങളൊക്കെ അപ്പം തന്നെ പുറത്തിറങ്ങി. അതിൽ വേറൊരു കാര്യം ലഡാക്ക് ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ 2 വീലറുകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ റെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ വേറെ പുറത്തെങ്ങും പോയി നടക്കണ്ട. ഇവൻ അവരോട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ തന്നെ ചെയ്തു തരും. ഈവൻ നമ്മൾ കർദുങ്കള പാസ് അടിക്കാന്നുള്ളൊരു താല്പര്യത്തിൽ തന്നെ ശരിക്കും ഡയറക്റ്റായിട്ട് ലഡാക്കിലോട്ട് പോയത് തന്നെ. അങ്ങനെ റൂമിൽ ചെന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പയ്യെ അപ്പം തന്നെ പുറത്തോട്ട് ഈ പറഞ്ഞിട്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ നിന്നായാലും വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. സാധനങ്ങളൊക്കെ വെച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഹോട്ടലിൽ തപ്പി ഇറങ്ങി. 2 പേരോട് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞ് ഈ സമയം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ചെന്ന് നോക്ക്. 2 കടകൾ പറഞ്ഞു തന്നു. കടകളുള്ള ഭാഗത്തേക്കൊന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കടകളൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആൽറ്റിറ്റ്യൂഡിനേക്കാൾ കൂടി ഹയർ ആൽറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു ഏത് സമയത്ത് അവിടെ ചെല്ലുക. ഉള്ളത് സർവൈവ് ചെയ്യുന്നുള്ളതായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലഡാക്കിൽ ആദ്യം തന്നെ ചെന്നിട്ട് അവിടുത്തെ ഒരു മെയിൻ ഏരിയ ഉണ്ട് ലഡാക്കിൽ. അവിടെ ആദ്യം ചെന്നത് ഞാൻ അവിടെ ചെന്ന് ഫോട്ടോ പോയിൻ്റാണ്. അവിടെ ഐ ലവ് ലേ എന്നും പറഞ്ഞ ഏരിയയിലാണ് ഒരു ഫോട്ടോ പോയിൻ്റ് ആയിരുന്നു. അവിടെ ചെന്ന് തിരക്കാണ്. കാരണം എല്ലാവരും അവിടെ വന്ന് ഫോട്ടോ എടുക്കാനും പിടിക്കാനൊക്കെയാണ് നിൽക്കണത്. അപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം വായി നോക്കി നിന്ന്. അപ്പം ജീവിതം ഞാനിങ്ങോട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ 2 പേരും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ ഇടാട്ടാ. അങ്ങനൊരു സന്തോഷം. നടക്കുമെന്ന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇറങ്ങിയത്. കുറേ വൈകി വീഡിയോ ഒക്കെ ഇടാനായിട്ട്. അതിനൊക്കെ ഒരു സമയം വേണമല്ലോ. ഒരു സമയം ആയെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ നല്ലത് സെറ്റായത്. അന്ന് പയ്യെ നടന്ന് കുറേ ടിബറ്റിലെ ലാമാസിനെ കണ്ടു. അത്യാവശ്യം യോഗികളായിട്ടുള്ള കുറേ പേരെ കണ്ട്. മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ നടന്നു. വേറെ എന്താ പറയുക, എങ്ങും പോവാനുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് പ്ലാൻ ചെയ്തിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തുക, ഈ പറഞ്ഞ കർഡുങ്ങൾ അടിക്കാന്നുള്ളൊരു ആ ഒരു മിഷൻ കൊണ്ട് മാത്രം Thank you.
അവർ വെച്ചിരുന്നത്. ഞങ്ങൾ കുറച്ച് ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത്. ചിക്കനില്ല എന്തോ മീനായിരുന്നു. ജീവിതത്തിൽ ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയ മട്ടൻ കറി അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞത് മട്ടൻ കറിയായിരുന്നു. പപ്പടവും റൊട്ടി എന്താ പറയുക, ഞങ്ങൾ കുറേ മേടിച്ചില്ല. അത്യാവശ്യം ആവശ്യത്തിനുള്ള 2 പേരും കഴിക്കാൻ ഒരു മീനെടുത്ത് അങ്ങനെ 2 പേരും കൂടി ആസ്വദിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ അതിനൊരു വ്യത്യാസമാണ്. ഫുഡിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് നോർമൽ ടേസ്റ്റിനെല്ലാം കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ശരിക്കും. ഒരു വ്യത്യാസമായിട്ടൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കതറിയാം. ഞാൻ പിന്നെ അറ്റാച്ച് ചെയ്ത് പോകും. എന്താ പറയുക, ഇതാണ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നോക്കിയിരുന്നത്. കൂടുതലായിട്ടും ആ ഒരു വൈവിധ്യത്തിൽ വരുന്നത് അവളൊന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം. ആ ഒരു താല്പര്യത്തിലായിരുന്നു കൂടുതലും കാര്യങ്ങൾ ചെയ്തിരുന്നത്. എല്ലാത്തിനും കൂടെ നിൽക്കുന്നൊരു മൈൻഡായതുകൊണ്ട് മുമ്പായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പയ്യെ അവിടെയുള്ള സാധനങ്ങളൊക്കെ പയ്യെ മതിയുന്നത് ഇന്ന് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ടേസ്റ്റ് ഇല്ലാതിരിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു മീലിന് കുറേ ഉണ്ടാവും തിന്നണത്. ചോറായാലും കറികളായാലും എല്ലാം ആവശ്യത്തിൽ കൂടുതലുള്ളതാണ്. സമാധാനമായിട്ട് പയ്യെ ഇരുന്ന് തിന്നാൻ പറ്റിയൊരു വൈബ് തന്നെയായിരുന്നു. എൻ്റെ ഒരു കുറേ സംസാരിച്ച് മറ്റേ ഉള്ളതിനൊരു ഇടക്കിടക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ചൂടുള്ള വെള്ളമൊക്കെ അവിടെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ കൂട്ടി 2 പേരുടെയൊക്കെ ആവശ്യത്തിന് നല്ല രീതിയിൽ അട്ടിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഒരു ആൻറ്റിക്ക് ആയിട്ടുള്ള വിൻറ്റേജ് സാധനങ്ങൾ, പിന്നെ അവിടുത്തെ ലഡാക്കീസ് ചെയ്യണ കുറേ ഹാൻഡിക്രാഫ്റ്റഡ് സാധനങ്ങളുണ്ടായിരുന്നു. ലോട്ടോ സാധനങ്ങൾ, ദൂരം സാധനങ്ങളായിരുന്നു. അവർ മലകളിൽ നിന്ന് പറക്കി കൊണ്ടുവന്ന കല്ല് വെച്ചുള്ള സാധനങ്ങൾ, അല്ലാണ്ട് മെറ്റലിൻ്റെ സാധനങ്ങൾ, അങ്ങനെ ലോട്ടോ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മളങ്ങനെ അത്രയും പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചൊന്നുമല്ല പോയത്. പിന്നെ അതിനെക്കുറിച്ചൊന്നും വലിയ സ്റ്റഡിയൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ അതിനെക്കുറിച്ചൊന്നും വലിയ ബോധേഡായിരുന്നില്ല. പോയി കണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, ജീവിതത്തിൽ ഒരു കമ്മലും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ 2-3 സാധനങ്ങൾ മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി മാർക്കറ്റാണ് ശരിക്കും. നമ്മുടെ ലേഡ ഒരു സ്റ്റാച്ചു, ആ ഒരു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ശരിക്കും കുറേ നടക്കാനുണ്ട്. അതായത് അത്യാവശ്യം ക്രൗഡ് പോലെ ഇങ്ങനെ അവിടെ പാത്ത് വേയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റിൽ പാത്ത് വേയിൽ നടക്കുന്നതിൻ്റെ പാത്ത് വേയുടെ അവിടുത്തെ ലഡാക്കീസ് ഈ കൃഷി ചെയ്യണ ആപ്പിള്, ക്യാബേജ്, ക്യാരറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവർ തന്നെ ലൈവായിട്ട് വിൽക്കാനും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ആപ്പിളിൽ നിന്ന് 2 ആപ്പിള് മേടിച്ച് നടക്കാം എന്നുള്ള രീതിക്ക്. പിന്നെ ചെന്ന സമയം എന്ന് പറയുന്നത് നല്ലൊരു ടൈമായിരുന്നു. മഴയാണെങ്കിൽ നമുക്ക് ലഡാക്കിൽ ചെന്ന സമയത്തൊന്നും കിട്ടിയില്ല കേട്ടോ. അല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ശരിക്കൂലേ മൊത്തം നല്ല വെയിലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഈവൻ വെയിലും മഴയും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ശരിക്കും
ചിന്തയോടും കൂടി അല്ലായിരുന്നു. പോകണം, അവിടെ എത്തണം, മങ്ങാട് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെ ഹാപ്പി ആയിരുന്നു. വെയിലാണെങ്കിലും തണുപ്പുണ്ടെങ്കിലും, അതായത് കാറ്റിനൊരു തണുപ്പുണ്ടെങ്കിലും ചെറിയ വെയിലും കൂടി അടിച്ച് കഴിയുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം നടന്ന് കണ്ട് കുറേ കാണാമെന്ന് വെച്ചാൽ നമ്മിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഒരു സാധനങ്ങൾ കാണുന്നതാണ്. അതായത് അവിടുത്തെ ആർക്കിടെക്ചറുകൾ അല്ലെങ്കിൽ വഴി നടക്കുന്നതായ പുലിക്ക് ഇത് കണ്ടില്ലേ, ഈ മതിലൊന്നും ശരിക്കും അവിടെ ഇല്ല. മതിലൊന്നും നമ്മൾ കൊടുത്തപ്പോഴുള്ള മതിലുകളല്ല, കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് ഒരു കുറേ ഹൈറ്റിലും അല്ല അവർ കെട്ടിയത്, നോർമൽ ഹൈറ്റിൽ അവർ കെട്ടി ആ രീതിക്ക് നിർത്തുന്ന രീതിക്കായിരുന്നു. അങ്ങനെ 2-3 സ്ഥലങ്ങളിലൊക്കെ നടന്ന് തിരിച്ച് മാർക്കറ്റിൽ തന്നെ വന്ന് അവിടെ കുറച്ച് നേരം ഇരിക്കാം, ഇരുന്ന് കഴിഞ്ഞിട്ട് റൂമിലോട്ടൊക്കെ പോകാമെന്നുള്ളൊരു മൂഡിലിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല റൊമാൻറ്റിക്കായിട്ട് തന്നെയാണ് നടന്നിരുന്നത് ചേട്ടാ. കാരണം കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ ലഡാക്കിലെത്തി. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണിപ്പോൾ പോയത്, പിന്നെ പോയാൽ പോരെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞാണ്. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, വന്നം പോകുന്നതാണ്. അവിടെ മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബാങ്കായാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ആർക്കും വേറെ ബുദ്ധിമുട്ടുകളായാലും നാട്ടുകാർക്കായാലും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഓൾറെഡി അവിടെ ഉണ്ട്. ചിത്രപ്പെടുത്ത് വേറെ പുറത്തൊന്നും പോകേണ്ട ആവശ്യങ്ങളില്ല. ഈ ശരിക്കും മഴ വരുമ്പോഴൊക്കെ എങ്ങനെയാണെന്നുള്ള സിറ്റുവേഷൻ അറിയില്ല. ഇപ്പം നിങ്ങൾ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് വെച്ചാൽ ആ കാറ്റ് നല്ല തണുപ്പാണ്, അടിപൊളി തണുപ്പാണ്. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ മേത്ത് കൊണ്ട് അനുഭവിച്ചാൽ നല്ല തണുപ്പ് എന്താണെന്നറിയില്ല. നടക്കുന്ന വഴിയിൽ കുറച്ച് ഒച്ച കേട്ട് സൗണ്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ
ഭയങ്കരമായിട്ട് കൂടി. ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി ഒരു ചായ കുടിക്കാന്നുള്ള രീതിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ കയറി. എന്താണ് കുടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ജിഞ്ചർ ടീയില്ലേ, അതും ഒരു ഗ്ലാസ്സിൻ്റെ അത് ഇത്ര ഉണ്ട്, എന്ത് വലുതാണെന്ന് നോക്കിയാൽ ഗ്ലാസ്. നല്ല ടേസ്റ്റായിരുന്നു. അതായത് ചായ ഒന്നും വിചാരിക്കില്ല, ചൂടുണ്ട്, കുറേ പീസുകളറിയോ, അതൊന്നും പറയാനില്ലായിരുന്നു. കുറേ നേരം അതൊന്നും കുടിക്കാനായിട്ട് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് ആ ചായയും വൈകിയിരുന്ന് കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് ഒരു സമാധാനമൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പുറത്തോട്ട്. പിന്നൊന്നും നമുക്കൊന്നുമില്ല മനസ്സില്ല, അതായത് എന്താണ് പ്ലാനൊന്നുമില്ല, കർക്കങ്ങൾ അടിക്കണമെന്നുള്ളൊരു പ്ലാനാണ് ആകെ മനസ്സിലുള്ളത്. പിന്നെ അവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റൊക്കെ പുറത്തു പോയി കാണണം. ആ സമയത്തൊന്നും കൂടുതൽ ട്രാവൽ പുറത്തോട്ട് അധികം അങ്ങനെ പോവാത്തതിൻ്റെ പേര്, പിന്നെ കൂടി വിളങ്ങടി ഉള്ളതിൻ്റെ പേര് നമുക്ക് അങ്ങനെ കൂടുതൽ റിസ്കുകൾ എടുക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ആ വന്ന സ്ഥലത്ത് നിൽക്കുക, അവിടുത്തെ ആൾട്ടിറ്റ്യൂഡൊന്ന് ബോഡിക്കൊന്ന് മെയിൻറ്റെയിൻ ആവുക, അവിടെ നിന്ന് പിറ്റേ ദിവസം നേരെ കർഡുങ്ങളെ മുകളിലോട്ട് കയറാമെന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി തന്നെ പോയതാണ്. അവിടുന്ന് ചായപിടിയും പരിപാടിയും കഴിഞ്ഞ് പയ്യെ അവിടെ ഇറങ്ങിയങ്ങ ഒരു വൈകുന്നേരം ആയപ്പോൾ ആ മറ്റേ അന്നേരത്ത് പോയ ഹാൻഡിക്രാഫ്റ്റുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട്. അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ളൊരു കട വേറെ കണ്ടായിരുന്നു. അതായത് സൂനിയറുകളൊക്കെ എല്ലാവരും ഉണ്ട്. ലഡാക്കിൽ സൂനിയർ ഇല്ലാത്ത കടകളൊന്നും ഇല്ല ശരിക്കും ആ ഏരിയയിൽ. അങ്ങനത്തൊന്നും പിന്നെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും മേടിച്ചൊന്നുമില്ല. നമുക്ക് പോകണമെന്താണ് നമ്മൾ അവിടെ പോവാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള മൂഡ്. ഈ സാധനമൊക്കെ ശരിക്കും എന്താ പറയുക, അത് പഠിക്കാനുണ്ട് കുറേ. അതെവിടെയെങ്കിലുമൊക്കെ ഒരു ടെമ്പിളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നവരുണ്ടാവും, ഇതുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും. അവരുടെയൊക്കെ പോയി കുറേ നാൾ നിന്ന് അവരുടെ നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും ശരിക്കും. അതിന് ഓരോരുത്തരും ഒരു താല്പര്യം വേണം. നമ്മളത് കാണാൻ വേണ്ടി ഇറങ്ങിയല്ലേ, അങ്ങനെ ആ ഒരു വണ്ടി തന്നെ ഇരുന്നിട്ടാണ് ഫുള്ള്. എല്ലായിടത്തൊക്കെ കാണുന്നതിനേക്കാളും വെറൈറ്റി സാധനങ്ങളാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. അവരുടേതായ ആ അവരുടെ ആ ഒരു പഴമ നിലനിർത്താൻ പറ്റിയ പുതിയ സാധനങ്ങൾ. അതായത് അവരുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നത് എന്താണോ അത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അവരുടേതായ രീതിക്ക് അവർ ചെയ്ത് കൊണ്ടുവന്നാക്കുന്ന ഒരു സാധനങ്ങളാണ്. കുറേ ഉണ്ട്, ലോട്ട് ഓഫ് സാധനങ്ങളുണ്ട് കാണാത്തതൊക്കെ. ഓണായി ഞാൻ ഇവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു സന്തോഷം. ഞാൻ മൊബൈലിലൊക്കെ കുറച്ച് വീഡിയോ കാണുന്നതാണ്.
മുടി വെട്ടിയുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മുടി നമുക്ക് പൊന്തിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും എവിടെയെങ്കിലും പോണ സമയത്ത് കിട്ടും, പക്ഷെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് അതിനൊന്നും സമയം കിട്ടില്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് അവളോട് പറഞ്ഞു കൊടുക്കുന്നത്, അവളിങ്ങനെ ഒരേ ഇതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞൂടെ വീഡിയോ എടുക്കാനും. അവളോട് ചോദിക്കും ഇതെങ്ങനെ നിർത്തണോണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഒരു ഹണിമൂണാണല്ല, കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഒരു എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ ആ ഒരു ദിവസം പോകാൻ പറ്റിയത് തന്നെ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ്. അത് ആ ഒരു സമയത്ത് ഈ സമയത്ത് അത് ഈ വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ തോന്നിയതും അതൊരു സമയമായതുകൊണ്ടാണ്. ഞങ്ങൾ കർഡുങ്ങള പോകാൻ വേണ്ടി റെഡി ആവണേണ്. റെഡിയായി, 2 വീലറൊക്കെ ആഡ് ചെയ്ത് സെറ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോണേ. ഓക്കെ, ഞാൻ വന്ന് വേഗം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് കർഡുങ്ങള പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ റിസോർട്ട് ആ റൂമിൽ തന്നെ ബൈക്ക് ഉണ്ടായിരുന്നു. ഹിമാലയനാണ് വണ്ടി. പെട്രോള് ഫുൾ ടാങ്ക് ഒഴിച്ച് അവിടുന്ന് പയ്യെ അങ്ങോട്ട് യാത്ര തുടർന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ഞങ്ങളുടെ മുന്നിൽ ഒരു വണ്ടിയുണ്ട്. കേരളത്തിൽ നിന്ന് വന്നാക്കുന്ന ഒരു വണ്ടിയുണ്ട്, കേരള ടു ലഡാക്ക് വണ്ടിയുണ്ട്. ഞാനത് ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും. വീഡിയോയിൽ നിങ്ങൾ മുന്നിലൊന്ന് നോക്കി, ആ യെല്ലോ ബോർഡുള്ള ഒരു കേരളത്തിൽ ഉണ്ടാകുന്ന ബൈക്ക് നിലമ്പൂരിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നൊരു ഫ്രണ്ടാണ്. അതായത് ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടായിരുന്നു. പക്ഷെ ഞാനത് ഇപ്പം വോയിസ് ഓവർ ചെയ്തപ്പോൾ പറഞ്ഞത് വേറൊന്നുമല്ല, അതൊരു അനുഭവത്തിൻ്റെ ഒരു മുന്നേ നമുക്ക് മുന്നിൽ തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഞാൻ ഇപ്പോഴും എപ്പോഴും സ്മരിക്കും. കോണ്ടാക്ട് ഇല്ല, ആ സമയത്ത് കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ട്രാവലറായിരുന്നു തോന്നുന്നു. നാട്ടിൽ നിന്ന് നിലമ്പൂരിൽ ലഡാക്കിൽ ആ സമയത്തൊക്കെ റെയർ ആൾക്കാർ പോകുന്ന സമയമില്ല. കൊല്ലം മുന്നേക്ക് ശരിക്കും കേരളത്തിൽ നിന്ന് ലഡാക്കിലോട്ട് കയറാനായിട്ട് ആൾക്കാരില്ല, കുറവാണ്. റെയർ ആൾക്കാരെ പോയിട്ടുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞ് യൂട്യൂബൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെയാണ് ആൾക്കാർക്ക് മനസ്സിലായത് അവിടെ ആർക്ക് വേണമെങ്കിലും പോകാം, എവിടെ നിന്ന് വേണമെങ്കിലും പോകാം, ഏത് വണ്ടിക്ക് വേണമെങ്കിലും പോകാം. ആൾക്കാർക്ക് മനസ്സിലായത് യൂട്യൂബിൽ കുറച്ചുകൂടി സജീവമായ സോഷ്യൽ മീഡിയ സജീവമായ പിന്നെ അത്രക്കധികം ആൾക്കാരുടെ ഒരു ശരിക്കും ലഡാക്ക്, ഹിമാചൽ, അങ്ങനെ പല സ്ഥലത്തും ഈ പറഞ്ഞ കുറേ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിലും അവർക്കത് വിഷ്വലൈസ് ചെയ്ത് അവർ പുറത്തോട്ട് ഇറക്കിയിട്ടില്ല. അതാണ് വേറെ അവരുടെ മനസ്സിലും അവരുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ട് പോയിരുന്നൊരു കാലമായിരുന്നു. 2 വീലർ യാത്ര തുടർന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അറിയില്ല. ഒറ്റ റൂട്ട് തന്നെയായിരുന്നു. സമയത്ത് നമുക്ക് പാസ് എടുക്കണം. അത് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അവർ തിരിച്ചു വിടും. പുള്ളി ഇടയിൽ ഞങ്ങളോട് സംസാരിച്ച് അതൊരു ഭയങ്കര യാദൃശ്ചികമായിട്ടുള്ളൊരു കണ്ടുമുട്ടലുമായിരുന്നു. അതൊരു ഭാഗ്യമുള്ളൊരു കണ്ടുമുട്ടലുമായിരുന്നു. ഞാൻ വീഡിയോക്ക് മുന്നേ തന്നെ പറയാം. വീഡിയോ എടുത്തിരിക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മളൊരു ആളോടൊരു മലയാളി എന്നുള്ള രീതിക്ക് ആളോട് കണ്ട് സംസാരിച്ച് പോകുന്നായിരുന്നു. ഇത്തിരി പോണ റൂട്ട് കുറച്ച് ഇച്ചിരി ആദ്യം സ്റ്റാർട്ടിങ് നിലമ്പൂർ ലഡാക്കിൽ പാലക്കാട് ആണെന്നോ ഒരു നമ്മുടെ പാലക്കാട് നിന്ന് അവർ അങ്ങാടല്ലേ പോയത്, നിലമ്പൂർക്കല്ലേ പോയത്. വണ്ടിക്ക് വന്നേണോ? ആ പുള്ളിയെ കേരള ടു കാശ്മീരാണ്. കേരളത്തിൽ നിന്ന് കാണിക്കുന്നത്
ഉണ്ടായിരുന്നു. അവരെയും കണ്ട് സാധാ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് നിർത്തട്ടെ. ഓഫ് ചെയ്തു. കണ്ട് അവരെ കാണിച്ചു കൊടുത്താൽ മതി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ കർഡുങ്ങളൊക്കെ ഉള്ള ഒറ്റ റോഡാണ്. അവിടെ നിന്നുള്ള ഒറ്റ റോഡാണ്. കുറച്ച് വളവും തിരിവും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ നീണ്ടത്തിൽ നോക്കുമ്പോൾ ശരിക്കും ആകാശം ഒരു മഴ പെയ്യാനുള്ളൊരു മൂടുണ്ടായിരുന്നു. കാരണം ആ വെയിൽ മുമ്പോട്ട് കയറുന്തോറും പോയിട്ടുണ്ട്. നമുക്കറിയില്ലല്ലോ ഇത് എപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. പോകാന്നുള്ളൊരു വീട്ടിൽ വണ്ടി ഓടിച്ചു പോണ വഴിക്ക് നല്ല കാഴ്ച. ഞാൻ പറഞ്ഞില്ലേ അത് ഈ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലകൾ പലതരത്തിലാണ്, പലതരത്തിലെ മലകളാണ്. മണ്ണും കല്ലും പലതും അത്ര റിസർച്ച് ചെയ്ത് പോകുന്നതായിട്ട് അറിയാൻ പറ്റും ആ ഏരിയയിലൊക്കെ. നമുക്കുള്ള വഴി വെട്ടി കറക്റ്റായിട്ട് തെളിച്ചിട്ടിട്ടുണ്ട്. പോകാനുള്ള റൂട്ട് പല സ്ഥലത്തേക്കും പോകാനുള്ള റൂട്ടുകളുണ്ട്. ശരിക്കും ലഡാക്കിൽ എനിക്ക് നേപ്പാൾ പോവുക, ജമ്മു പോവുക, കാശ്മീർ, പാകിസ്ഥാൻ പോവുക, എവിടെ വേണമെങ്കിലും പോവാം. ഇല്ലാത്തൊരു വർഷം ഞാൻ ഒറ്റ മുതലാക്കിയതേ. ഹണിമൂണായാലും ഇങ്ങനെ സ്ഥലത്തോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്താക്കണോണ്ടാണ് എനിക്കത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ, അവളെയും കൂടി കൂട്ടി അതിലേക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടത്. കുറേ നേരത്തെ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഞാൻ പോയ സമയത്ത് എന്തോ പണിയുന്നുണ്ട് അവിടെ. ഈ ഒരു 2 കൊല്ലം 1 കൊല്ലം കൂടി കഴിഞ്ഞ് ചിലപ്പോൾ പോകുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഇല്ലെന്നല്ല പച്ചപ്പുള്ളി കണ്ടില്ലേ, നല്ല ആ ഒരു മലകളുടെ നടുക്കാണ് ഈ പറഞ്ഞ കുറച്ച് വീടുകളും ആ ഒരു
അതൊരു സാധാരണ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുന്ന ആളാണെങ്കിൽ അത് പെട്ടെന്ന് പണി വാങ്ങും. സൂക്ഷിക്കണമല്ലേ? ഓടിച്ചോടിച്ചൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഭാഗം ഞങ്ങൾ കവർ ചെയ്ത് അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഓടിച്ച് 2-3 കാറുകളൊക്കെ ഉള്ളു കേട്ടോ. കുറേ വണ്ടികളൊന്നുമില്ല, എന്നാലും കുറച്ച് വണ്ടികളുണ്ട്. ഇടയിലൊരു ചായക്കട നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. പക്ഷെ അതിലൊരു വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നല്ല രീതിക്കല്ല, ഒരു മീഡിയം രീതിയിൽ മഴ പെയ്തു തുടങ്ങി. മഴയത്ത് നമുക്ക് തണുത്ത് മറ്റേ ഐസും കട്ട പോലെ. എൻ്റെ പുതിയൊരു ജാക്കറ്റും കീറിയ ജീൻസൊക്കെയാണ് ജീവിതം ഇട്ടെന്ന് വെച്ചാൽ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷേ ഇല്ലേ, ഓരോ തുള്ളിക്ക് എന്ത് തണുപ്പാണെന്നറിയാം. തണുപ്പ് എങ്ങനെയുണ്ട് ഇവിടെ? അത്യാവശ്യം നല്ല രീതിക്ക് മരവിച്ച് കറയിക്കാണ് വണ്ടി ഓടിക്കാൻ പറ്റും. മഴ എന്തെങ്കിലും ആയിട്ടൊന്ന് കുറയും എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കണിരുന്നു. പണി പാളിയില്ല. അപ്പോൾ തന്നെ മഴ കൂടി അങ്ങോട്ട് ഒടുക്കത്തെ മഴയാണ് പുറത്ത്. എന്തെങ്കിലും അടിച്ച് ഉള്ളിക്കറിയിരുന്നു. രക്ഷയില്ല, പുറത്ത് ഒടുക്കത്തെ മഴയാണ്. അല്ല ഭയങ്കര മഴയല്ല, ഓടിച്ച് പോവാ. തണുപ്പായത് ഞങ്ങളെ ഇവിടെ വന്നപ്പോ കാർഡുകളെ കയറുന്നതിന് മുന്നേ മഴ പെയ്തു, നല്ല മഴ പെയ്തു. ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് നിർത്തിയിട്ട് അവര് പിന്നെ കയറിയില്ല. കാരണം മുകളിലോട്ട് കയറുന്ന സൈഡുകളിൽ നല്ല മഴ പെയ്ത് ഇങ്ങോട്ട് വന്ന റൂട്ടും മുകളിലോട്ട് കയറുന്ന റൂട്ടും ക്ലോസ് ചെയ്തു. എന്തോ കല്ലെന്തോ വീണ് ചെളി പോലത്തെ മണ്ണാണ്. ഞങ്ങളുടെ പണി പാളിപ്പോയി. എന്തോ ദൈവഭാഗ്യം. നിലമ്പൂരുകാരനെ കണ്ടില്ല. പുള്ളി ഞങ്ങളുടെ ഒപ്പം തന്നെ ഈ ലൊക്കേഷനിൽ വന്ന് നിർത്തി. ഒരു ദൈവം തുണിയുണ്ടെന്ന് പറയണതൊക്കെ സത്യമാണ്. പുള്ളി വന്ന് കറക്റ്റ് സമയത്ത് ആ ടെൻറ്റും കാര്യങ്ങളും തന്നു. ഞങ്ങളോട് പറഞ്ഞ് ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, നിങ്ങൾ സെറ്റായി നിൽക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നു. പിന്നത്തെ ഒരു 10-20 മിനിറ്റ് എന്ന് പറയുന്നത് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, പെട്ടെന്നാണ് പോയത്. മലയാളി മുകളിലോട്ട് പോലും വെയിൽ വന്നു കഴിഞ്ഞാല് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ടൂറിനായിട്ട് സൂക്ഷിച്ചു പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ചിഹ്നം മുന്നോട്ട് കർഡുകൾ തുടങ്ങിയിട്ട് തിരിച്ചിറങ്ങാൻ നിന്ന് ചക്കാർ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മുകളിലെത്തിയത് എല്ലാവരും താഴേക്ക് പോകണം. താഴെയുള്ള കുറേ തൊഴിലാളികൾ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ. കാറുകളുടെ ടോട്ടൽ ബ്ലോക്കായിട്ട് റോട്ടിൽ നോക്കിയപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തൊരു വീട്. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ നോക്കും. ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന കുറച്ച് ഒരു ക്രൂ, നല്ലൊരു ക്രൂ ആയിരുന്നു. റൈഡേഴ്സാണ് തോന്നുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ ഗുണകാരൊന്നുമില്ല, മുകളിലോട്ട് കയറാൻ പറ്റില്ല. 2 മലയാളി 10 ആൾക്കാരെയൊക്കെ ഉണ്ട്. അവരുടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് എനിക്ക് കയറാൻ പറ്റില്ല. പറ്റിക്കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറങ്ങിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. ജീവിതനോട് പറഞ്ഞു നീ ഇറങ്ങിക്കോ, നീ വീഡിയോ എടുത്തിട്ട് നടന്നു സേഫായിട്ട്. ഞാൻ വണ്ടി ഒന്ന് അപ്പുറത്തോട്ട് വൈകി പോകാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പട്ടാളക്കാരുടെ വണ്ടികളൊക്കെ റോഡല്ല
മുകളിൽ നിന്ന് മഴ വെള്ളം ഇറങ്ങിയിട്ട് മണ്ണ് മുഴുവൻ റോട്ടിലായകനെയാണ്. കാരണം ഫുള്ള് ബ്ലോക്കായി. ഞങ്ങൾ തിരിച്ച് ഞങ്ങളിങ്ങോട്ട് കയറിയ വഴിക്കും ഞങ്ങൾക്ക് പോകേണ്ട വഴിക്കും എല്ലായിടത്തും ബ്ലോക്കായി. ചെളി എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരടിയോളം പൊക്കത്തിൽ ചെളിയാണ്. മനസ്സ് തളർന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കണ്ട ഇംഗ്ലണ്ടുകാരൊരു പോസിറ്റീവ് വന്നു. അവരുടെ ടൂ വീലറിനാണ് എല്ലാവരും ഹിമാലയൻ തന്നെയായിരുന്നു അവരെല്ലാവരും പോയിരുന്ന വെച്ചാൽ. നമ്മളും വണ്ടി ടൂ വീലർ ഓടിച്ച് പോകണോണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല കേട്ടോ. ആ ഒരു റൂട്ടൊക്കെ ഫുള്ള് പോകാന്നുള്ള രീതിക്ക് തന്നെ ഞാനും നൈസായിട്ട് വണ്ടി ഓടിച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ കവർ ചെയ്ത് അങ്ങോട്ട് ഒറ്റക്ക് അങ്ങോട്ട് പോയി. പോകണ സൈഡ് മൊത്തം അങ്ങനെ തന്നെയാണ്. നല്ല കുറുക്ക ചെളിയും നല്ല കട്ടിയിലുള്ള ചെളിയാണ്. അതിൽ വെള്ളം ഇറങ്ങിയിട്ട് മണ്ണും വെള്ളവും കൂടി കൂടിച്ചാണ് നല്ല കിടിലനായിട്ടുള്ള ചെളി. അത് നല്ല ഹൈറ്റിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. കാരണം ഈ മണ്ണും സാധനങ്ങൾ ഇറങ്ങിയ എല്ലാ സ്ഥലത്തും ഒരു 10 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ പോലീസുകാർ എത്തിക്കഴിഞ്ഞു. നിങ്ങളിത് കണ്ട വന്നത് റോഡായിരുന്നു. ഇപ്പം നോക്കിയേ റോഡും കൂടി ഇല്ല. ഇവിടെ ഫുള്ള് മണ്ണിടിഞ്ഞ് ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി. ആരെങ്കിലും ടൂ വീലറിനൊക്കെ വന്ന വഴിക്കാണ് ഇത് ഇടിഞ്ഞു പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരെ തൊട്ടപ്പുറത്ത് കൊക്കെയാണ്. അപ്പം ഈ റൈഡ് പോകുമ്പോഴും എല്ലാം സൂക്ഷിക്കണം. ആ ഭാഗത്ത് പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. 2 മഴ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മണ്ണിടിച്ചിലില്ലാത്ത സ്ഥലത്തോട്ട് ടൂ വീലറോ വണ്ടിയോ മാറ്റി വെച്ചിട്ട് സേഫായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ ജീവിതത്തിനോട് പറഞ്ഞു, നീ എന്തായാലും വീഡിയോ എടുത്തുകൊണ്ട് നടന്നു, ഞാൻ വണ്ടി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കാം. പിന്നെ ഞങ്ങോട്ട് പോണത് മറ്റേ ഇംഗ്ലണ്ടുകാർ പോകും. അപ്പോൾ അവരുടെ പുറകെ ഒരുമിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ സെറ്റാകും ഈ പറഞ്ഞിട്ട്. അത്രയും നല്ല റൈഡേഴ്സ് ആവായതുകൊണ്ട് അവർ ചിലപ്പോൾ ഈ പറഞ്ഞിട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ടൂ വീലറിനൊക്കെ വണ്ടി ഓടിച്ചൊന്ന് ചെളിയുടെ അപ്പുറത്തോട്ടൊക്കെ എത്തിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഈ പറഞ്ഞ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവരങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരാണ്. അത് ഇനിയുള്ളൊരു 2-3 ക്ലിപ്പുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ 2-3 വളവ്, അതായത് പോയ സമയത്ത് സിമ്പിളായിട്ട് കയറിപ്പോയ വളവുകൾ തിരിച്ചിറങ്ങിയ സമയത്ത് ജീവിതമൊക്കെ നടന്നു വരാൻ പറ്റണില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ട്. ജീവിതമൊക്കെ ഷൂവിൻ്റെ പകുതി, അതായത് ഷൂവിൻ്റെ പകുതിയോളം താഴ്ന്നു പോയി നടക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് നിങ്ങളും നോക്കി അത്രയ്ക്ക് സ്ലോ ആണ്. അവർക്ക് നടന്നിറങ്ങാൻ ഇങ്ങോട്ട് പറ്റണ്ടായിരുന്നില്ല. രക്ഷയില്ല. ഭയങ്കരമായിട്ട് മഴ പെയ്ത് ഭയങ്കര മണ്ണിടിച്ചിലായിട്ട് ജീവിതക്കാണെങ്കിൽ നല്ലോണം തണുത്തും പോയി. കാരണം ഞങ്ങൾ അപ്പം തിരിച്ചിറങ്ങണ വയ്യേ. അത്യാവശ്യം പാർക്കില തണുപ്പിനൊരു ജാക്കറ്റും ആയിരുന്നു ജീവിതത്തിൽ. ജാക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇനി ചെണ്ടി കടക്കണമെങ്കിൽ ആരെങ്കിലും സേഫായിട്ട് കടക്കുകയും വേണം. അത്രയും ചെറിയ കൂടി കഴിഞ്ഞു. അപ്പോൾ അവർ അവിടെ കുറച്ച് പേര് വണ്ടിയിൽ അപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്തുനിന്ന് കവർ ചെയ്യാൻ നിൽക്കണവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കേണ്ടി വരും. നിങ്ങൾ കണ്ടോട്ടാ ആ പോണ കാഴ്ച. എല്ലാരും പോയിട്ട് അവസാനം പോകാം എന്നുള്ള മൈൻഡിൽ അവസാനം ഇങ്ങനെ നിൽക്കണേന്ന് കാണുന്നുണ്ട്. നമ്മളിത് കേറിയിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം. കാലി പുറത്തേക്ക് ഒന്നത് 2 ഗിയറ് മര്യാദ നോക്കി ഓടിച്ചില്ലെങ്കിൽ ആ ചെടിയിൽ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 ഉണ്ടെങ്കിൽ അത് ചാടിച്ച് വണ്ടി എടുക്കാനേ പറ്റുള്ളൂ. പോയിക്കോടാ. Okay, same again. Eyes up.
straight ahead. Keep going, keep going, keep going, keep going, keep going, keep going. Okay, Martin, get yourself squared up a bit. Right, look straight ahead, keep going, keep going, keep going, keep going, keep going, keep going. Keep going, keep going, keep going, keep going. Robert, are you riding this? Are you riding it? Do you want me to bring it? Do you want to? Yeah, sure. Okay, let's go, man. ആ സമയത്തുള്ളൊരു ഇത് ആയിരിക്കും പറഞ്ഞു പറയാൻ പറ്റില്ല. ഞാനാണ് ഇതൊക്കെ കണ്ട് മറ്റു ടൂ വീലറിന് അവിടെ നിൽക്കണേണ്. 2 വണ്ടി കൂടെ കഴിഞ്ഞ് ഞാനാണ് പോകേണ്ടത്. ആയിപ്പോയത് അതാണ് സമാധാനം. ഒരു രക്ഷയില്ലാത്തത്. പക്ഷെ ഒരു കേസല്ല പെട്ടെന്ന് അത് മാറ്റാനുള്ള സിറ്റുവേഷനായിരിക്കും. പക്ഷേ എനിക്ക് എല്ലായിടത്തും സെറ്റാക്കി വേണ്ട അടിയിലോട്ട് വരാം. ഞങ്ങൾ പോകേണ്ടിയുണ്ടായിരുന്നുള്ളൂ. ചില വളവുകളിലാണ് പ്രശ്നം. വളവുകൾ പെട്ടെന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതൊരു സംഭവം നടന്നത്. ഞങ്ങൾ ആ ചുറ്റും വന്ന വഴിയുടെ അറ്റത്തോട്ടൊക്കെ നോക്കി പാലിനെ കൂട്ടി കത്ത ബ്ലോക്ക് പണി പാളിന്ന് വെച്ച് അങ്ങാട് തിരിച്ചു പോകാൻ പറ്റൂല. ആ മൂടായി പോയി. അതിനാണെങ്കിൽ കുറച്ച് എക്സ്പേർട്ടുകളാണ്. അത്യാവശ്യം വണ്ടി ഓടിച്ച് പോകാൻ പറ്റും എല്ലാവരെയും. അവരതിനനുസരിച്ചുള്ള ഒരു ഞങ്ങളപ്പം വിചാരിച്ചു അവരുടെ ഒപ്പം തന്നെ അങ്ങോട്ട് പോവാം. അവരുടെ ഒപ്പം തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ നൈസായിട്ട് വേഗം അങ്ങോട്ട് എത്താൻ പറ്റും. കാരണം ഇതുപോലുള്ള ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് ഒപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് എത്താമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇത് നോക്കി പണ്ടാറും വലിയ കല്ല് പറഞ്ഞ സൈഡിൽ കിടക്കണ്ട. ആ വലിയ കല്ലൊക്കെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ വണ്ടിയിലോട്ട് വന്ന് ഇടിക്കണമെങ്കിൽ നേരെ കൊക്കയിലോട്ടാണ്. അതൊക്കെ കണ്ടപ്പോൾ കിളി പോയിട്ടാ. ഒരു കേസുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ അവിടെ 100 ആളുണ്ട്. അതാണ് അതിന് വലിയ സന്തോഷം. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വണ്ടിയിട്ട് കഴിഞ്ഞ് മുന്നിലോട്ട് പോകുന്നു. അങ്ങനെ നേരെ ലഡാക്ക് ടൗണിലോട്ട് ഇറങ്ങാന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടി നിന്നു. കാരണം നമ്മൾ നോർമലി പ്ലാൻ ചെയ്ത സമയം വെച്ചാൽ നേരെ കയറിയിട്ട് രാത്രി വൈകുന്നേരമൊക്കെ പോകുമ്പോൾ തിരിച്ച് റൂമിലെത്തും. റൂമിലെത്തിയിട്ട് നേരെ ഇല്ലല്ലേ സിറ്റുവേഷൻ കിട്ടിയില്ല. ഈ ഒരു സിറ്റുവേഷൻ വേറൊരു എക്സ്പീരിയൻസ് കിട്ടിയുണ്ട്. അത് വലിയ ഹാപ്പിനെസ് കിട്ടി. ഭയങ്കര ഒരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ഞിൽ കിടക്കുന്നതല്ല ചെളിയപ്പോഴേ താല്പര്യം പ്രശ്നമില്ല. ടൗണിലോട്ട് അടുത്തോറും നിൽക്കാൻ നോർമൽ ക്ലൈമറ്റ് കിട്ടിയ പേടിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സമയം. അങ്ങനെ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങി അടുത്ത പരിപാടി പിടിക്കണം എന്നുള്ള രീതിക്ക് അവിടെ നിന്ന് ഇറങ്ങി. ब्लॉक है बस स्टैंड है. बस स्टैंड इधर से है ना? इधर से जाके वापस आएगा। हाँ रिटर्न आएगा। अच्छा
രാത്രി ടാക്സി പോകണ്ടെന്ന് അവരൊക്കെ എടുത്തിട്ടുണ്ട് അവരൊക്കെ എടുത്തിട്ടുണ്ട് രാവിലേക്ക് ഉണ്ടാകും ചിരിക്കാനേ ഓക്കെ അവിടെ ഒരു അന്വേഷിച്ചിട്ട് ശരിക്കും ലഡാക്കിൻ്റെ ആ ഒരു ടൗൺ അല്ലെങ്കിൽ ആ ഒരു സിറ്റി ആവില്ല, ആ ഒരു ആൾക്കാർ നേറ്റീവ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഓപ്പണായിട്ട് പിന്നീടുള്ളൊരു സ്പേസിലോട്ട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമുണ്ട്. കാരണം കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ സിറ്റി ഏരിയയിൽ കവർ ചെയ്ത് നമ്മളുടെ മഞ്ഞൂനെടുക്കണുണ്ടാ മുകളിലിത് ആ ഇവിടെ മഴയും കൂടി പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ?
മൗണ്ടെയ്ൻസിന് ശരിക്കും എന്താ പറയാ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു എനിക്ക് സൻസ്കാർ മൗണ്ടെയ്ൻസ് ആ ഏരിയയിലെ മൗണ്ടെയ്ൻസിൻ്റെ പേരാണ് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ടൂറിസമാണ് എല്ലായിടത്തും. അവിടെ ശരിക്കും ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ നേറ്റീവ് ആൾക്കാർ റോഡ് പണി, ടവർ, അവർക്ക് വേണ്ടിയുള്ള അവിടെയുള്ള ബിൽഡിങ്ങുകൾ അതിലൊക്കെ തന്നെയൊക്കെയാണ് പണിയണത് കാര്യങ്ങൾ. ഫുഡിനൊക്കെ അത്യാവശ്യം നോർമലി സാധാ റേറ്റിനേക്കാളും നല്ല റേറ്റ് ഉണ്ട്. കാരണം അവിടെ ഇല്ല, അവിടെ അത് കിട്ടാൻ ഇത്തിരി പാടാണ്. സാധനങ്ങളൊക്കെ അവിടെ എത്തണ്ടേ, കാഴ്ച കണ്ടിരിക്കണേണ. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് ശരിക്കും. നമ്മൾ മാത്രമല്ല, രണ്ടുപേരും ഇങ്ങോട്ട് ഈ കാറിന് പോണതിൽ വലിയ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മളവിടെ അടുത്തേക്ക് പോവാം. അടുത്തടുത്ത പ്ലാനുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്ത് പ്ലാൻ ചെയ്ത് പോയത്. പമ്പിലൊന്നും ആരില്ല. ശരിക്കും ലഡാക്കിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഇനിയും പോവും, ഇനി എന്തായാലും പോവും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചൊരു സാധനം നമുക്ക് കയറാൻ പറ്റില്ല, അതൊക്കെ മേലുള്ള സാധനം ഇനി കയറാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇറങ്ങിയത്. അത്യാവശ്യം കുറേ നേരം വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ കാണാനുണ്ടെന്ന്. റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും അത്യാവശ്യം നല്ല മലകൾ. അവളെങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് കൊടുക്കണ്ടേ. അവളെപ്പോഴും പറയും എനിക്ക് മഞ്ഞ് കാണിച്ചു തന്നില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞേ നമ്മ പോയ സമയം അങ്ങനെയല്ലേ, എന്ത് ചെയ്യാൻ മഞ്ഞുള്ള സമയത്ത് പോവാ, അടിപൊളിയാക്ക. ആ യാത്ര അങ്ങോട്ട് പയ്യെ തുടർന്ന് ഹാപ്പി ആയിരുന്നു. കുറേ കാഴ്ചകളുണ്ട്. റൂട്ട് ഇതാണ്, റൂട്ട് അത്യാവശ്യം നല്ല റൂട്ട് തന്നെ, മോറേ പ്ലെയിൻസ്. അത് അത്യാവശ്യം വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടൂ വീലറിലായാലും കാറിൽ പോണവരായാലും. വെറുതെ ഒറ്റ സ്ട്രെച്ചിലെടുക്കണ എത്രയോ കിലോമീറ്ററാണ്. അത് ഇങ്ങനെ എടുത്തില്ലെങ്കിൽ വേറെ ഇങ്ങനെ എടുക്കാനായിട്ട് റൈറ്റ് പോയി. അതൊരു കാണാൻ പറ്റിയ നമുക്ക് പല സാധനങ്ങളും അങ്ങനെയാണെന്ന്. നമ്മളുടെ മനസ്സിൽ ചില സാധനങ്ങൾ നമ്മൾ കണ്ട് മറന്നു പോകുന്നുണ്ട്. ചില സാധനങ്ങൾ നമ്മൾ പിന്നീട് കാണുമ്പോഴായിരിക്കും അതിനാ കണ്ടല്ലേ, അന്നല്ലെങ്കിൽ അന്നത് ചെയ്തതല്ലേ എന്നുള്ളൊരു അനുഭവം എന്നത്. അതൊരു സത്യം മാത്രമായിട്ടുള്ള കാര്യമാണ്. ട്രാവൽ ചെയ്യണം, ട്രാവൽ ചെയ്താലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. എക്സ്പീരിയൻസ് കിട്ടിയാലേ ലൈഫ് ഒരു മണ്ടത്തരമില്ലാത്ത രീതിക്ക് മാറുള്ളൂ. എല്ലാവരും ട്രാവൽ ചെയ്യുക, നല്ല രീതിക്ക് ട്രാവൽ ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക. ഓരോ രാജ്യത്തായാലും ഓരോ ഏരിയയിൽ പോകുമ്പോഴായാലും അവരുടെ കൾച്ചറും അവരുടെ രീതികളും മനസ്സിലാക്കി അറിഞ്ഞ് പെരുമാറുക. അന്ന് നമ്മൊരു മനുഷ്യനാവും. അതാണ് വേറൊരു സത്യം. എല്ലാം സത്യമാണ്. നമുക്ക് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡാക്കിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ മണാലിയിൽ ഇറക്കാന്നുള്ളതാണ്. ഇടയിൽ പുള്ളി 2-3 സ്ഥലത്ത് ഞങ്ങൾക്ക് നിർത്തിയൊക്കെ തന്നു. അങ്ങനെ കുറച്ച് സ്ഥലത്തിൽ കൂടുതലും വണ്ടി ഓടിക്കാൻ അത്ര നേരം ഓടിക്കാനുള്ളത് മാക്സിമം അവിടെ ഓടിച്ചെത്തുക എന്നുള്ളതും പുള്ളിക്ക് ഒരു ടാസ്ക് തന്നെയാണ്. 10-12 മണിക്കൂർ, 12-15 മണിക്കൂറായിട്ടുണ്ട് ടോട്ടലി. ഇരുട്ടണയിൽ മുന്നേ എത്തിയാലേ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളൊക്കെ ഉള്ളു.
ഞങ്ങൾക്ക് അവിടെ നിന്ന് അന്ന് നൈറ്റ് സ്റ്റേ ഇല്ലാത്ത രീതിക്ക് ലേറ്റ് നൈറ്റാണ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിരുന്നത് വെച്ചത് മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനായിട്ട്. ആ സമയത്ത് എന്തായാലും എത്തിയിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ആ 2 മണിക്കൂർ ഗ്യാപ്പിൽ കസോളിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം, അല്ലെങ്കിൽ കസോൾ പോയിട്ടൊന്ന് കാണാം, അല്ലെങ്കിൽ മണാലി മാത്രം കറങ്ങാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ തന്നെയാണ് അങ്ങോട്ട് പോയത്. അത്യാവശ്യം പേടിപ്പിക്കുന്ന റൂട്ടുമാണ് നമ്മുടെ ഈ ലഡാക്കിൽ നിന്ന് മണാലിയിലേക്ക് പോകുന്നൊരു റൂട്ട്. അത് എന്താ പറയുക, മലകളിങ്ങനെ പുറത്തേക്ക് നിന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടി പോകുന്നൊരു പാത്ത് ഉണ്ട്. അത് പ്രഡിക്റ്റബിളാണ്. അത് കാറ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലിരിക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാവും. സെൻറ്ററിലോ അതിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയായി പോകും. അതൊരു ഈ റൂട്ടിലുള്ളൊരു വേറൊരു കാഴ്ചയാണ്. കിട്ടിയും വെയിലൊക്കെ സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് കൊണ്ട് ഉള്ളേശായിരുന്നു പാട്ടൊക്കെ വെച്ച് അവരുടെ അടുത്ത് കുറച്ച് പാട്ടൊക്കെ വെച്ച് ചില്ലായിട്ടാണ് ഉള്ളിലേക്ക് എപ്പോഴും ഓടിഞ്ഞ് അവിടെ നിന്ന് മണാലിയിൽ നിന്ന് എന്തെങ്കിലും ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഡാക്കിലേക്ക് പോയി അങ്ങനത്തെ ജോലി ചെയ്യുന്ന ടീമുകളാണ് തോന്നുന്നത്. അത് ടൂറിസ്റ്റിനെ കണക്ട് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ കൂടുതൽ കൃത്യങ്ങളില്ല, എല്ലാവരും കാമാണ്. ജോലിയും കാര്യങ്ങളും ചെയ്താൽ അവരും കാമായിട്ടും ഫ്രീയായിട്ടും പീസായിട്ടും ജീവിക്കണം. എല്ലാവരും വന്ന് നോക്കി എന്താ പറയുക, ആരോടും വലിയ വിദ്യാഭ്യാസമോ ദേഷ്യമോ ഇല്ലാത്ത ആൾക്കാരാണ്. അതിലുണ്ടാവും ഈ പറഞ്ഞ ടൂറിസ്റ്റുകളെ പറ്റിക്കാനും ടൂറിസ്റ്റുകളിൽ പല കാര്യങ്ങളും ചെയ്ത് ഒരു ആ ടൂറിസത്തിനും ആ ഒരു കാര്യത്തിനൊക്കെ നശിപ്പിക്കുന്ന ഓരോരുത്തരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൽ സർവ്വസാധാരണമാണ്. അതിലോട്ട് എത്തിപ്പെട്ട് നമ്മുടെ കാശ് പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഏതൊരു ട്രിപ്പ് പോകണതിന് മുന്നേ ഒരു പ്ലാൻ വെക്കുക, മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഫോണിൽ. ഇന്ന സമയത്ത് എല്ലാ ട്രാവലിങ്ങിനുള്ള കാര്യങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക. അതൊക്കെ തന്നെ നോക്കിയാൽ തന്നെ നമ്മുടെ പകുതിയല്ല ഒരു ഹണിമൂൺ. സത്യം ഒരു ഹണിമൂൺ. കാരണം നല്ലൊരു തണുപ്പത്ത് പോയി ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു സ്വിറ്റ്സർലാൻഡിലോട്ടൊന്നും ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റണമെന്നില്ലല്ലോ. നമ്മുടെ സ്വിറ്റ്സർലാൻഡ് നമ്മുടെ ലഡാക്കിൽ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ എവിടെ പോകണം? എന്തോരം പശുക്കളുണ്ട് സ്വിറ്റ്സർലാൻഡിൽ. അങ്ങനെയല്ല പറയണം, പച്ചപ്പ് വെച്ചാൽ മലകളിൽ നമ്മുടെ പശുക്കൾ മേയുന്നതാണ് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ബെസ്റ്റ് എന്നവർ പറയണത്. നമ്മുടെ ലഡാക്കിലും മണാലിയിലും നടന്നു പോകുന്നതും കണ്ടുപോകുന്നതായിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ന്യൂസിലാൻഡിൽ അത്രക്ക് എന്താ പറയുക, ന്യൂസിലാൻഡിലെ പോലെ അത്രയും ഫ്യൂച്ചറിലോട്ട് ചിന്തിച്ച് ചെയ്തിട്ടില്ല ടൂറിസത്തിന് വേണ്ടി. കുറേ കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഗവൺമെൻറ് വിചാരിച്ചാൽ ടൂറിസത്തിന് സ്കോപ്പുള്ളൊരു ബിഗ്ഗസ്റ്റ് ഏരിയയാണ് ഇപ്പോഴും ടൂറിസം തന്നെയാണ് ഒരു വിധം. പക്ഷെ അത് ഗവൺമെൻറ് ത്രൂ ആയിട്ടും ഗവൺമെൻറ്റിന് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. നല്ല നല്ല വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന്
വല്ലാണ്ട് നമിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അതൊരു മിത്താണെന്ന് പറയാൻ പറ്റില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യം, അതൊരു കർമ്മയാണ്. നമ്മൾക്ക് യാതൊരു കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് എത്തി, നമ്മളുടെ കാര്യങ്ങളെല്ലാം നടക്കണം. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വന്ന് ഹെൽപ്പ് ചെയ്യണം. അത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ആ നിർത്തിയ സ്ഥലത്ത് കുറച്ചും കൂടെ മാറിയിട്ടൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് കഴിച്ചത്. ബ്രെഡ് ഓംപ്ലേറ്റ് ഒരു നൈസ് വൈബായിരുന്നു. ഒരു ചൂടോടെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ജീവിതമൊക്കെ അപ്പോൾ ഒരു ഇതായി. മറ്റേ ഉറക്കവും ഫുഡ്, നമ്മുടെ നാട്ടിലത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടവും എല്ലാം കൊണ്ടും ഒരു വീർപ്പുമുട്ടലായിരുന്നു. ഹണിമൂണല്ലേ എന്നുള്ളൊരു മൂഡിൽ ആള് വൈബ് എന്ത് പറയാട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ചെന്നെത്തിയ ഹോട്ടലിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കിലോമീറ്റർ, അതായത് ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള കിലോമീറ്റർ. പാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയത്. പാങ് ടു മണാലിയിലേക്ക് സർച്ചു 71 കിലോമീറ്റർ, ബാർലാച്ച 109 കിലോമീറ്റർ, സിംഗ് ബാർ 121 കിലോമീറ്റർ, ജിസ്പ ജമ്മൂര്, കൈലോങ്, തണ്ടി, റോത്താങ് പാസ്, മണാലി. അതാണ് നമ്മുടെ റൂട്ട്. നേരെ തിരിച്ചാണെങ്കിൽ തലങ്ക പാസിൽ നിന്ന് മുകളിലോട്ട്, അതായത് ഈ നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തു പറഞ്ഞ സ്ഥലമാണ് തലങ്ക പാസ്. അവിടുന്ന് റൂംസെ, ഷികാരു, ലേ, കാർഗില്, ബ്രാസ്, സോനാമാർഗ്, ശ്രീനഗർ, ജമ്മു. അതായത് കാർഗിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ ജമ്മുവിലോട്ടൊക്കെ പോണത്. കാർഗിൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമാവും. നമ്മൾ പാകിസ്ഥാനിൽ ടച്ച് ചെയ്തിട്ടൊക്കെയാണ് പോണത്. ഇപ്പം നമ്മൾ നിൽക്കണ ഏരിയ എന്ന് പറയണത് 15,250 ഫീറ്റ്, അത്രയും മുകളിലാണ് നിൽക്കണം. അത് നമ്മിപ്പോൾ നിൽക്കണോടത്തു നിന്ന് 298 കിലോമീറ്റർ കൂടി ഉണ്ടിഞ്ഞി. അങ്ങനെ അവിടുന്ന് ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോയി. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. എല്ലാ ഹോട്ടലും അത്യാവശ്യം ഒരു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടുള്ളതും പിന്നെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ആൾക്കാർക്ക് ഇരിക്കാനും പിടിക്കാനൊക്കെ ആയാലും ഒരു സ്പേസാണ്. കാരണം കുറേ ലോങ് എത്തിയാണ്, കുറേ കിലോമീറ്ററുകൾക്ക് ശേഷമാണ് ചായക്കട അങ്ങനെയുള്ള ചെറിയ കടകളൊക്കെ ഉള്ളത്. വെയിലുള്ളത് കൊണ്ട് ആരും പുറത്തിരിക്കണില്ല. ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്കാർ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുള്ളൂ. ഒരു വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങനെ കഴിച്ചാൽ കുറച്ചും കൂടിയൊക്കെ പുറത്തേക്ക് അവിടെ നടന്നു. ജീവിതം ഞാനൊന്ന് ഉള്ളിലോട്ട് കയറി വഹിക്കാണ്. അങ്ങനെ ഞങ്ങളൊരു മല കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങാട് പോയി അവിടെ നിന്നു. ആ ചേട്ടനപ്പോൾ കുറച്ച് നേരം വന്ന് ഞങ്ങളുടെ വർത്തമാനം പറയാനൊക്കെ നിന്നിട്ടാ. അമ്മ പിന്നെ ആരാണ് മോന്തി ഹിന്ദിയൊക്കെ മറ്റേ നമ്മുടെ വായിൽ മേരാ ദോസ് ഷാറുഖ് ഖാൻ്റെ പടമൊക്കെ കണ്ടിട്ടൊക്കെയല്ലേ പോയത്. आपका नाम क्या है, आपका घर किधर है, क्या काम है आप, അങ്ങനെ കഥകളൊക്കെ ചോദിച്ച് പുള്ളിനോട് സംസാരിച്ചൊക്കെ നിന്ന് ജീവിതം അപ്പോക്കും ആ ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോക്കും ഇത്തിരി ഓണായിട്ടാ ആള് ഹാപ്പി ആയിരുന്നു. പബ്ലിക്കൊക്കെ ചവച്ച് കാഴ്ചകളായിരുന്നു ആൾക്കൊരു എല്ലാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അതൊരു അത്രയും ആകാംക്ഷ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്തും ഒരു ആകാംക്ഷയാണ്. പക്ഷേ ഒരു മഞ്ഞുമല കാണിച്ച് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അത് ഞാൻ ഇനിയും കൊണ്ടുപോകുന്നില്ല, അപ്പം സെറ്റാക്കി തരാം ജീവിതമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിനോട് കുറച്ച് നേരം കൂടി സംസാരിച്ചൊക്കെ നിന്നു. പോകാനുള്ള വണ്ടി സമയമായി. ഏകദേശമൊക്കെ മണാലിക്ക് 70-80 കിലോമീറ്ററിനൊക്കെ മുന്നേ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അതിൽ കുറച്ച് പേർക്കൊന്ന് വാഷ്റൂം കയറണം, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവറായിട്ടും പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ അടുത്ത് എത്തുന്നതിന് മുന്നേ ഒരു ഷോപ്പും കൂടി ഉണ്ട്, അവിടെ ഒന്ന് കയറാം. അവിടെ കയറി
എന്തെങ്കിലും കഴിക്കാനുള്ളവർക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ബാത്റൂമിൽ പോവാം. അപ്പോൾ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ ബാത്റൂമിൽ നിന്ന് പോയിട്ട് ബിരിയാണിയാ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള രീതിക്കാണ് ജീവിതം നിൽക്കണത്. അതാണ് അതിനേലും എന്തും കഴിക്കാൻ പറ്റില്ല. എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാനോട് പറഞ്ഞിട്ട് പറയില്ലേ, ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ 4 കാലിലേ വീഴുള്ളൂ. അത് നമ്മത് ശീലിച്ചു പോയതിൻ്റെയാണ്. എവിടെ ചെന്നാലും നമുക്ക് റിക്കവർ ആവാൻ പറ്റും. എന്ത് ഫുഡായാലും റൂമായാലും എന്ത് കാര്യത്തിലായാലും സോളോ ട്രിപ്പുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യാത്രകൾ ബുദ്ധിമുട്ടായിട്ട് വരില്ല. അതാണ് വേറൊരു സത്യം. അങ്ങനെ അവിടെ ചായ കുടിക്കുമ്പോൾ ഒരു ചായയും ഒരു ഓംലേറ്റാണ് കഴിച്ചത്. ഓംലേറ്റ് ഞങ്ങൾ വയ്യ ഓട്ട് വന്ന് കയറി പോകും സംസാരിച്ചേക്ക് അതിൻ്റെ വണ്ടിയിലോട്ട് കയറിയതാ. ഇതിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കഴിക്ക്, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു നല്ല കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഞാനൊരു ഓംലേറ്റും കഴിച്ച് പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. കാരണം എല്ലാ മലനിരയും ഒരേപോലെയല്ല, പലതും പല രീതിക്കാണ്. എല്ലാ ടെറൈനുകളും പല പല ഡിസൈനാണ്. അപ്പം അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹിമാചലിൽ നമുക്ക് കാണാനുള്ളത്. നടക്കാൻ പറ്റാനുള്ള ഡിസംബർ സമയത്ത് വന്നു കഴിഞ്ഞാൽ മലകളിലൊക്കെ മൊത്തം മഞ്ഞായിരിക്കുള്ളൂ, റോഡിൽ മഞ്ഞുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഞങ്ങൾ അവിടെ അത് നമ്മുടെ ഏകദേശം മണാലി എത്തണേലും പിന്നെ എത്തണേലും മുന്നുള്ള ആ ഒരു സമയം ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞില്ലേ, ശരിക്കും പാറ കുത്തി പൊട്ടിച്ചിങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ റോഡ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കണത്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഫോട്ടോഗ്രാഫറെ എറണാകുളം അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവറായി കിട്ടുകയും ചെയ്യും. മലയാളം എന്ന് പറഞ്ഞൊരു അമ്മാരി മലകളാണ്, കിട്ടില്ല മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം. ആ ശരിക്കും പറഞ്ഞാൽ ഈ ഞാനൊക്കെ ആദ്യം പോയ സമയത്ത് റോത്താം പാസ് ഞങ്ങൾ മലയക്കിടിയാണ് പോയിട്ടുള്ളത്. ആ സമയത്ത് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് മഞ്ഞും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി പുതിയൊരു ടണല് നിർമ്മിച്ചായിരുന്നു. ആ ടണലിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. ഓ എന്താ പറയുക, നല്ല ചങ്കം പോലത്തെ മല. ആ മല തുറന്ന് അതിൻ്റെ ഉള്ളിൽ കിട്ടില്ല സാധനം, അടൽ ടണൽ രോത്താൻ. അതാണ് ആ ടണലിൻ്റെ പേര്. പുറത്ത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ കാണുന്നതിനേക്കാളും എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള ടണലാണ് ഞാൻ പറയും. പിന്നെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കില്ല ഈ ടണൽ നിർമ്മിച്ചാക്കണത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള എൻജിനീയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അതിൻ്റേതായ കുറച്ച് ഈ ടെക്നോളജി പരമായിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ടണലാകുമ്പോഴും അതിനൊരു ടൂറിസം വെക്കാം. ടണലിൽ പോകുന്നതും അല്ലെങ്കിൽ അവിടെ പെയിൻ്റ് അടിച്ചാക്കുന്നതും എന്തെങ്കിലും ഒരു പ്രത്യേകതകളൊക്കെ ആ ടണലിലുണ്ടെങ്കിൽ അത് ശരിക്കും പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റേഴ്സിനെ നല്ലോണം ആകർഷിക്കും. അപ്പം അതും കൂടിയൊക്കെ ഒന്ന് ശരിക്കും
അരിയത്തൊക്കെ തന്നെ കൊണ്ടുപോയിട്ടാണ് പുള്ളി ഞങ്ങളുടെ വണ്ടി നിർത്തി തന്നത്. അപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ആദ്യം ലഗേജുകൾ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, നിസ്സാരം ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ തന്നെ കിട്ടുന്ന നടക്കാൻ പറ്റിയതായതുകൊണ്ട് മാർക്കറ്റ് സൈഡിൽ, മണാലി മാർക്കറ്റ് സൈഡിൽ തന്നെ ഫുള്ള് നടന്ന് രണ്ടും അവിടുത്തെ ഫുഡ് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ അവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള മിർച്ചി പക്കോട ട്രൈ ചെയ്ത് മാംഗോ ജ്യൂസ് കുടിച്ച്. മാംഗോ ജ്യൂസ് വെറുതെ പൊള്ളി, ഒന്നും പറയാനില്ല. പക്കോട ജീവിതത്തിനോട് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞ് ടേസ്റ്റ് ഉണ്ട്, രസമുണ്ട്, പക്ഷെ കുറേ തിന്നാൻ പറ്റില്ല, മട്ടിച്ചു മധുരമുണ്ട്. ഈ കണ്ട സോസുകൾ നമുക്ക് എല്ലാവരും ഏൽക്കൂല. ആ ഒരു മധുരത്തിൽ മുക്കിയിട്ടുള്ള ചെറിയൊരു സാധനം മാത്രമേ നമുക്ക് ഏൽക്കുള്ളൂ. അപ്പം അങ്ങനെ അതും കഴിച്ച് കുറച്ച് നേരം കൂടി ഞങ്ങൾ സംസാരിച്ച്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് ഷെയറൊക്കെ ചെയ്ത് എന്നിട്ടാണ് അത് കഴിഞ്ഞിട്ടെങ്കിലും പിന്നീട് ഒറ്റയടിക്ക് തിന്നില്ല. എല്ലാം മറ്റേ ഇത്ര വലുതാണ്. അതിൽ ചൂടുണ്ട്, മുളകുണ്ട്, അവിറ്റൊരു സ്പൈസ് ഉണ്ട്, എല്ലാവരും ചേർത്തിട്ടൊരു വേറൊരു എരിവുമായിരുന്നു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അവിടുത്തെ ഒരു എന്താ പറയുക, സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ ഒരു ഡിഷ് ഈവനിങ്ങിലൊക്കെ നമുക്ക് ചായ കുടിക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു സാധനം, ഒരു വൈബ് തന്നെ. അങ്ങനെ അവിടുത്തെ ചെറിയൊരു വൈകിട്ടത്തൊരു ചെറിയൊരു ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറിയിട. ചില ഷോപ്പുകളിലൊന്നും മൊബൈൽ റീഡല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, മണാലി മാർക്കറ്റിൻ്റെ ആദ്യം ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം, പോക്കറ്റ് അടിക്കാറുണ്ട്, നമ്മ പോലും അറിയൂല. പിന്നെ എന്താണ് വേണ്ടതെന്നുള്ളത് ആൾക്കാർ ചോദിച്ചു. അതിന്റെ തോന്നലാണ് തുടങ്ങി പറയുന്നത്. അവിടെ ഫുള്ള് പറഞ്ഞാണ് അടുത്തൊരു സെക്ഷനായിട്ടുള്ള ഡൽഹിയിലോട്ട് യാത്ര തിരിച്ചത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വീഡിയോസ് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻ്റൊക്കെ ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർ കമൻ്റൊക്കെ ഇട്ടാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. യൂട്യൂബിൽ ഇതിന് മുന്നേ കുറേ എത്ര കൊല്ലം മുമ്പുള്ള യാത്രയാണ്. കല്യാണം 3 കൊല്ലമാറായി. ആ സമയത്ത് ഈ വീഡിയോ പറയണല്ലേണ എനിക്ക് വായിക്കാൻ മാത്രമല്ല നല്ല വൃത്തിയാണ്. എഴുതാനും പറയാനും ഒന്നുമില്ല. എല്ലാം മനസ്സിലാവുന്നില്ല. ഒന്ന് മനസ്സിലാവാൻ എന്തെങ്കിലും പറഞ്ഞു പറ. മറ്റേ പാട്ടൊക്കെ പാടോ, കുച്ചു കുച്ചു ഹോത്താഹി എന്നൊക്കെ പാടോ? ആ പിന്നെ ആ വണ്ടി കയറി പോവും. ആ ഡൽഹിക്കല്ലേ പോവാ. പോണം.
മച്ചാനാണ് ഞങ്ങളെ ഫ്രീക്ക് ചെയ്തത് അവിടുന്ന്. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് മണാലിക്ക് യഹൂല. ഇനി ഇവിടുന്ന് ഡൽഹി പിടിക്കണം, മണാലി ഒന്ന് കറങ്ങണം. ഏയ് ജിം ബ്രോ പോ. ബാഗ് ഇത് മണാലിയിലെ സ്പെഷ്യലാന്ന് പറഞ്ഞാൽ തന്നത് മിർച്ചി പക്കോട. ഇത് മാംഗോ ഷേക്ക്. How is it? अच्छा है. ഇതൊക്കെ ഇഷ്ടമായിട്ടാ. ചൂടണ്ട. ഞാൻ വീസ് കഴിച്ചോട്ടേട്ടാ. നാട്ടിലത്തെ മറ്റേ നമ്മൾ മുളക് ബജിയില്ലേ, വൈബൊന്നുമില്ല, പക്ഷെ അച്ചാഹേ. केसर देखो, केसर कुमकुम ആനയൊക്കെ ഉണ്ടോ? ആനൊന്നുമില്ല. എന്തോ വെറുതെ ഇവിടുത്തെ ബുദ്ധ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പില്ലേ, അത് അങ്ങനത്തെ.